ഹായ് ഹലോ അങ്ങനെ തിരുവോണം എത്തി. ഞാനൊരു 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും അച്ഛമ്മയും ഞങ്ങളെല്ലാവരും ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. സദ്യയൊക്കെ ഉണ്ടാക്കണമല്ലോ. സദ്യ എന്ന് പറയുമ്പം അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയൊന്നുമല്ല, കുറച്ച് കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഓണമാണ് നമ്മൾ കൂടുന്നത്. ഞാനും അമ്മയും അച്ഛമ്മയും എൻ്റെ അനിയനും മണി, ഞങ്ങൾ 4 ആളാണ് ഈ വീട്ടിലുള്ളത്. പൂക്കളം ഇടുന്നത് ഞാനാണ് എങ്കിൽ അതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഉണ്ടാവില്ല. വട്ടം വട്ടം കുറച്ച് പൂക്കൾ ഇങ്ങനെ ഇട്ട് വയ്ക്കും. കാരണം എനിക്ക് വേറെ ഒന്നും ഇടാൻ അറിയത്തില്ല, ഇങ്ങനെയൊക്കെ തന്നെ ഇടാൻ അറിയുള്ളൂ. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഇടും. മിക്ക വർഷങ്ങളിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പൂക്കളം ഇടാറുള്ളത്. പിന്നെ അതിൻ്റെ മുന്നിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബാക്കി ഉള്ള പൂക്കൾ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് പുറത്ത് ഊഞ്ഞാലിൽ തൂക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ എടുക്കുമ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി വെച്ചു. കറികൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി ഓരോ പാത്രത്തിലോട്ട് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഞാനും അമ്മയും അച്ഛമ്മയും കൂടിയാണ് എല്ലാം ചെയ്യുന്നത്. അച്ഛമ്മയ്ക്ക് വയ്യെങ്കിലും എല്ലാത്തിനും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ കുറച്ച് ഫുഡ് പാഴ്സൽ എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. സ്കൂട്ടിക്കാണ് പോയി വന്നത്, അതുകൊണ്ട് ഷടേന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിലെത്തിയപാടെ ഞാൻ ചെയ്തത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, രാവിലെ ഇട്ടതും പുതിയ ഡ്രസ്സ് തന്നെയാണ്, എന്നാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലൊരു ചടങ്ങാണല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ക്യാമറ, അതായത് ഫോൺ അവിടെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തൃപ്തിപ്പെടും. അതിന് ശേഷമാണ് വേറെ ആരെയും കൊണ്ടെങ്കിലൊക്കെ എടുപ്പിക്കുക. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇനി അച്ഛമ്മയും അമ്മയും അനിയനും ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഫോട്ടോസായിട്ട് എടുത്തു കൊടുക്കണം, വീഡിയോസ് എടുത്തു കൊടുക്കണം, പിന്നെ എല്ലാവരുടെയും ഒരുമിച്ചുള്ളതും എടുത്തു കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഊഞ്ഞാലിൽ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ആ സെഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മണി 1:15 ആയിട്ടുണ്ട്. എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, അപ്പോഴത്തേനും എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഞാൻ ആവുന്നത്രയും എടുത്ത് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് ഇന്നത്തെ ഓണം ഇവിടെ തീർന്നു.